ഹായ് ഓൾ. പല സ്റ്റുഡൻസിനും ഒരു ക്ലാരിറ്റി കുറവുണ്ട്. ഒരു ഹാർട്ട് അറ്റാക്ക് വന്നാൽ പേഷ്യൻ്റ് കാണിക്കുന്ന സയൻസ് ആൻഡ് സിംറ്റംസ് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ പെരികാർഡൈറ്റിസിൻ്റെ സയൻസ് ആൻഡ് സിംറ്റംസ് എന്തൊക്കെയാണ്. ഇത് രണ്ടും കൂടെ തമ്മിൽ ക്ലാഷ് ആകുമ്പോൾ ഒരു ക്വസ്റ്റ്യനിൽ കുറച്ച് സയൻസ് ആൻഡ് സിംറ്റംസ് തരുമ്പം നമുക്ക് ഉത്തരത്തിലേക്ക് എത്താനായിട്ട് കൺഫ്യൂസ്ഡ് ആകും. അതായത് പെരികാർഡൈറ്റിസ് ആണ് ഉത്തരമെങ്കിൽ ചില കുട്ടികൾ എന്ത് ചെയ്യും, അത് ഒരു ഹാർട്ട് അറ്റാക്ക് ആണെന്ന് പറഞ്ഞ് എഴുതി വെക്കും. ഹാർട്ട് അറ്റാക്കിൻ്റെ സയൻസ് ആൻഡ് സിംറ്റംസ് അറിയാത്തവർ എന്ത് ചെയ്യും, പെരികാർഡൈറ്റിസ് ആണെന്ന് ഉത്തരം എഴുതും. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ കുറച്ച് വ്യത്യാസമുണ്ട്. അപ്പോൾ അത് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഈ കാര്യത്തിൽ ഒരു ക്ലാരിറ്റി കിട്ടിയാൽ തന്നെ നിങ്ങൾക്ക് കറക്റ്റ് ഡയറക്റ്റ് ആയിട്ട് ഉത്തരത്തിലേക്ക് എൻ്റർ ആവാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് നോക്കിയാൽ ഈ ഒരു വീഡിയോ കഴിയുന്നതിലൂടെ നിങ്ങൾക്ക് നല്ലൊരു ക്ലാരിറ്റി കിട്ടും എന്തൊക്കെയാണ് പെരികാർഡൈറ്റിസിൻ്റെ സയൻസ് ആൻഡ് സിംറ്റംസ്, അതുപോലെ തന്നെ എന്തൊക്കെ സയൻസ് ആൻഡ് സിംറ്റംസ് ആണ് ഒരു ഹാർട്ട് അറ്റാക്കിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കിയാലോ. അപ്പോൾ എല്ലാവരും സ്ക്രീനിലേക്ക് ഒന്ന് ശ്രദ്ധിച്ച് നോക്കണേ. നോക്ക്, പെരികാർഡൈറ്റിസിൻ്റെ പെയിൻ നമുക്ക് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഒന്നാമത്തത് ഷാർപ്പ് ആൻഡ് സ്റ്റാബിങ് പെയിൻ. ഷാർപ്പ് ആൻഡ് സ്റ്റാബിങ് പെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു കുത്തുന്ന പോലുള്ള വേദന എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഷാർപ്പായിട്ടുള്ള ഒരു പെയിൻ ആയിരിക്കും പെരികാർഡൈറ്റിസിൻ്റെ പെയിനായിട്ട് കൊടുത്തിട്ടുണ്ടാവുക. അപ്പോൾ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. അതുപോലെ തന്നെ വേഴ്സ് ഡ്യൂറിങ് ഡീപ്പ് ബ്രീത്തിങ് ഓർ കഫിങ്, അതായത് കഫിങ്ങും ബ്രീത്തിങ്ങും ചെയ്യുമ്പോൾ ഈ പെയിൻ കൂടുന്നോ എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, എന്ന് മെൻഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ അത് പെരികാർഡൈറ്റിസ് എന്ന് പറഞ്ഞൊരു കണ്ടീഷനിലേക്കാണ് നമ്മൾ ലീഡ് ചെയ്യുന്നത്. അതുപോലെ വേഴ്സൺ വെൻ ലൈയിങ് ഫ്ലാറ്റ്, ഒരു ഫ്ലാറ്റ് പൊസിഷനിൽ കിടക്കുമ്പോഴും ഈ പെയിൻ കൂടുന്നു എന്ന് പറയുന്നുണ്ടെങ്കിലും അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് പെരികാർഡൈറ്റിസ് എന്ന് പറയുന്ന കണ്ടീഷനാണ്. പിന്നെ ബെറ്റർ വെൻ സിറ്റിംഗ് അപ്പ് ആൻഡ് ലീനിങ് ഫോർവേഡ്. അപ്പോൾ പൊസിഷൻ ചേഞ്ച് ചെയ്യുമ്പം ഈ ഒരു ഫ്ലാറ്റ് പൊസിഷനിൽ നിന്ന് ഒരു ലീനിങ് ഫോർവേഡ് പൊസിഷനിലേക്ക് വരുമ്പോൾ പെയിൻ മാറുന്നു അല്ലെങ്കിൽ കുറയുന്നു എന്ന് പറയുന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന എന്തിനാണ്, പെരികാർഡൈറ്റിസ് എന്ന് പറഞ്ഞ കണ്ടീഷനാണ്. അപ്പോൾ ചിലർക്കൊരു സ്വഭാവമുണ്ട്, കാര്യം ഷാർപ്പ് പെയിനും കണ്ടു ചുമയ്ക്കുമ്പോഴും അതുപോലെ തന്നെ ബ്രീത്ത് എടുക്കുമ്പോഴൊക്കെ പെയിൻ ഉണ്ട്, ഇത് അറ്റാക്ക് തന്നെ എന്ന് ഉറപ്പിക്കുന്നത്. ഇത് അറ്റാക്ക് അല്ല. ഓക്കെ, ഇത് പെരികാർഡൈറ്റിസിൻ്റെ പെയിനാണ്. അപ്പോൾ ആ ഒരു കണ്ടീഷനെ പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് മറ്റൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു പെരികാർഡൈറ്റിസിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ. ഓക്കെ, ഇനി നമുക്ക് ഹാർട്ട് അറ്റാക്കിൻ്റെ പെയിൻ എങ്ങനെ തിരിച്ചറിയാൻ നമുക്ക് നോക്കാം. ഹാർട്ട് അറ്റാക്കിൻ്റെ പെയിൻ എന്ന് പറയുന്നത് ഹെവി പ്രഷർ സ്ക്യൂസിങ് പെയിൻ ആയിരിക്കും. ഓക്കെ, ഭയങ്കര ഹെവി പ്രഷറുള്ള ഒരു സ്ക്യൂസിങ് പെയിൻ ആയിരിക്കും ഹാർട്ട് അറ്റാക്കിൽ മെൻഷൻ ചെയ്യുക. അതുപോലെ തന്നെ ഫീസ് ലൈക്ക് ചെസ്റ്റ് ടൈറ്റ്നസ്, ഭയങ്കര ഒരു ചെസ്റ്റ് ടൈറ്റ്നസ് പേഷ്യൻറ്റിന് ഫീൽ ചെയ്യും. പിന്നെ പെയിൻ മേ സ്പ്രെഡ് ടു ലെഫ്റ്റ് ആം ജോ ഓർ ബാക്ക്. ഇത് ചിലപ്പം ഒരു ലെഫ്റ്റ് ആമിലേക്കും ജോയിലേക്കും ബാക്കിലേക്കൊക്കെ സ്പ്രെഡ് ആവാനുള്ളൊരു പോസിബിലിറ്റിയും കൂടി ഉണ്ട്. അസോസിയേറ്റഡ് വിത്ത് സ്വെറ്റിംഗ് ആൻഡ് നോസിയ, പിന്നെ സ്വെറ്റിങ്ങും നോസിയും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇത്രയാണ് നമ്മൾക്ക് ഹാർട്ട് അറ്റാക്കിൻ്റെ പെയിനിനകത്ത് മെയിൻലി മെൻഷൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് മെയിൻലി നമ്മൾ നോക്കേണ്ട ഒരു കീ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പെരികാർഡൈറ്റിസിൻ്റെ പെയിൻ ആകുമ്പം പൊസിഷൻ ചേഞ്ച് ആകുമ്പോൾ എന്താണ്, ആ പെയിനിൽ വ്യത്യാസം വരും. പക്ഷേ ഹാർട്ട് അറ്റാക്കിൻ്റെ പെയിൻ ആണെങ്കിൽ കിടക്കണമെന്ന് എഴുന്നേറ്റിരുന്നാലൊന്നും എന്താണ് ഒരു പൊസിഷൻ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും പെയിനകത്ത് വ്യത്യാസം വരത്തില്ല ഹാർട്ട് അറ്റാക്കിൻ്റെ പെയിൻ എന്ന് പറയുന്നത്. പക്ഷേ പെരികാർഡൈറ്റിസ് കണ്ടീഷനിൽ പൊസിഷൻ ചേഞ്ച് വരുമ്പോൾ പെയിനിൽ വേരിയേഷൻ ഉണ്ടാകുന്നു, പേഷ്യൻറ്റിന് മാറ്റം ഉണ്ടായി എന്നൊക്കെ മെൻഷൻ ചെയ്യുവാണെങ്കിൽ അത് പെരികാർഡൈറ്റിസും ഇപ്പുറത്തെ ഈ പറഞ്ഞ സയൻസ് ആൻഡ് സിംപ്റ്റംസ് ഒക്കെ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഹാർട്ട് അറ്റാക്കിൻ്റെ പെയിനുമാണെന്ന് നിങ്ങൾ തിരിച്ചറിയണം. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ എങ്ങനെയാണ് പെരികാർഡൈറ്റിസിൻ്റെ പെയിനും അതുപോലെ തന്നെ ഹാർട്ട് അറ്റാക്കിൻ്റെ പെയിനും ഡിഫറൻഷിയേറ്റ് ചെയ്യാന്നുള്ളത്. അപ്പം ഇത് റിലേറ്റ് ചെയ്ത് എന്ത് ക്വസ്റ്റ്യൻ വന്നാലും ഇനി തെറ്റിക്കാൻ പാടില്ല കേട്ടോ. ഈ കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ തന്നെ ഉണ്ടാവണം. അത് കോൺസെൻട്രേറ്റ് ചെയ്ത് അത് മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ക്വസ്റ്റ്യനിലേക്ക് ഫോക്കസ് ചെയ്യണം. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് ഉത്തരത്തിലേക്ക് എത്താനായിട്ട് സാധിക്കും. അപ്പോൾ ഇതുപോലുള്ള യൂസ്ഫുൾ വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കണ്ട. താങ്ക് യു. Jinus Academy. Fly with your dreams.